കൃപാസനം പത്രം ജനുവരി 2026 പാർട്ട് 4. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുവൈറ്റിൽ നിന്നുള്ള ബിജുവിന്റെ സാക്ഷ്യം. കൃപാസനം മാതാവിനെ വിശ്വാസമില്ലാതെ നിരന്തരം കളിയാക്കിയിരുന്ന ആളായിരുന്നു ഞാൻ. ഉടമ്പടിയിൽ എന്റെ ദൈവാനുഭവങ്ങൾ ഇതാണ്. ഞാൻ കുവൈറ്റിൽ 9 വർഷമായി ഓട്ടോമൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നു. എന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ യൂറോപ്പിലേക്ക് പോയി. എന്റെ ജോലി വളരെ കഷ്ടപ്പാടുള്ളതായിരുന്നു. ഞാനും യൂറോപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഓസ്ട്രേലിയയിൽ പോകുന്നതിന് ഒരവസരം വന്നു. എന്റെ അമ്മയ്ക്ക് മാതാവിൽ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിലും യൂട്യൂബിൽ കൃപാസനം മാതാവിന്റെ വീഡിയോ വരുമ്പോൾ ഞാൻ അതിനെ കളിയാക്കുകയും ആ വീഡിയോ കളിയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. തിരിച്ചു കുവൈറ്റിൽ ചെന്ന ശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് ഓസ്ട്രേലിയയിൽ പോകുന്നതിനുള്ള ടെസ്റ്റ് പാസ്സാകാൻ നിയോഗം വെച്ചു. വെഞ്ചരിച്ച് ഉപ്പിട്ട് എക്സാം എഴുതിയതിന്റെ ഫലമായി ഞാൻ എക്സാം പാസ്സായി. പിന്നെ വിസ പ്രോസസിംഗ് പെട്ടെന്ന് തന്നെ നടക്കുകയും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനും സാധിച്ചു. കോഴിക്കോട് മുക്കത്ത് നിന്നുള്ള ജോബിന്റെ സാക്ഷ്യം. പ്രസവിച്ചാൽ ഉടനെ കുഞ്ഞു മരിക്കും. ഹാർട്ടിന് 2 വാൽവുകളെ കാണുന്നുള്ളൂ. അബോർഷൻ ചെയ്യണമെന്ന് 4 ഡോക്ടർമാർ പറഞ്ഞു. ഉടമ്പടിയിൽ സംഭവിച്ചത്. എന്റെ ഭാര്യ 2 അബോർഷന് ശേഷം വീണ്ടും പ്രഗ്നന്റ് ആയെങ്കിലും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവാണെന്നും 2 വാൽവ് മാത്രമേ കാണുന്നുള്ളൂ എന്നും കുഞ്ഞ് ജനിച്ചാലും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയായിരിക്കുമെന്നും ഡോക്ടർ പറഞ്ഞു. കുഞ്ഞിന് ആംബ്ലിക്കൽ കോഡ് ചുറ്റിയതിനാൽ ഫുഡ് പോകുന്ന ആർട്ടറി ബ്ലോക്ക് ആയിരുന്നു. 5ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ കുടൽ ബ്ലോക്കായി കണ്ടു. പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4 ഹോസ്പിറ്റലുകളിൽ മാറി മാറി കാണിച്ചുവെങ്കിലും എല്ലാവരും അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. കുഞ്ഞ് ജനിച്ചുവെങ്കിലും ഛർദിക്കുന്നതിനാൽ നേരെ ICUവിലേക്ക് കൊണ്ടുപോയി. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. കുഞ്ഞിന്റെ മാമോദീസ നടത്തുന്നതായി പരിശുദ്ധ അമ്മ ദർശനത്തിൽ കാണിച്ചു തന്നു. ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കോട്ടയത്ത് നിന്നുള്ള നീതു ജോണിന്റെ സാക്ഷ്യം. ഉടമ്പടി വഴി PSC ജോലി കിട്ടിയ സാക്ഷ്യവുമായി നീതു ജോൺ. ഒരു നഴ്സായ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു PSC ജോലി കിട്ടുക എന്നുള്ളത്. ആദ്യത്തെ PSC എക്സാം എഴുതിയപ്പോൾ മുതൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് ജോലി ലഭിച്ചില്ല. എന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞു പോകുമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് DME സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ തന്നെ എനിക്ക് ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. എന്റെ റാങ്ക് ലിസ്റ്റിന്റെ പേര്, കാറ്റഗറി നമ്പർ, അഡ്വൈസ് ഒക്കെ ഒരു ഫയലിൽ ഉടമ്പടി കാശുരൂപത്തോടൊപ്പം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 3ാമത്തെ പുതുക്കലിന് മുമ്പ് എനിക്ക് DME സ്റ്റാഫ് നഴ്സ് എന്ന തസ്തികയിൽ ജോലിക്കായുള്ള അഡ്വൈസ് മെമ്മോ വന്നു. കൂടാതെ എന്റെ വീടിനടുത്ത് തന്നെ ജോലി വേണമെന്ന് നിയോഗം വെച്ചതിന്റെ ഫലമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു. തൃശൂരിൽ നിന്നുള്ള മാഗിയുടെ സാക്ഷ്യം. സ്പൈനൽ കോഡ് തകർന്ന് ബെഡിൽ കിടപ്പായ സമയത്ത് ഒരു കൂട്ടുകാരി വന്ന ഉടമ്പടി തൈലം 9 ദിവസം പുരട്ടി തന്നു. ഉടനടി ഉണ്ടായ ദൈവിക ഇടപെടൽ. ഞാൻ മലപ്പുറത്ത് ജോലിക്കായി പോവുകയും അവിടെ ചെന്നതിന്റെ പിറ്റേ ദിവസം ബാത്റൂമിൽ വീണ് സ്പൈനൽ കോഡ് പൊട്ടുകയും ഇടത്തേക്കായി 2 സ്ഥലത്ത് ഒടിയുകയും ചെയ്തു. ഡോക്ടറെ കണ്ടപ്പോൾ പ്ലാസ്റ്റർ ഇടുകയും ഞാൻ ഏജ്ഡ് ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ബെഡിൽ കിടക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്നും 9 മാസം കിടക്കണമെന്നും ശരിയായില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ബെഡ് റെസ്റ്റ് വേണമെന്നും പറഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്റെ കൂട്ടുകാരി കാണാൻ വന്നപ്പോൾ ഉടമ്പടി തൈലവുമായി വരികയും 9 ദിവസം എന്റെ കൂടെ നിന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഉടമ്പടി തൈലം പുരട്ടി തന്നു. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നുള്ള നിഷയുടെ സാക്ഷ്യം. ആമവാദം കടുത്ത് കിടപ്പിലായ എനിക്ക് വേണ്ടി ഭർത്താവ് ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത്. എനിക്ക് ആമവാദം വന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. എനിക്ക് സ്റ്റെപ്പ് കയറാനോ അധികം നടക്കാനോ സാധിക്കില്ലായിരുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാതെയും ആഹാരമൊന്നും കഴിക്കാനോ വീട്ടിലെ ജോലികളും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെയും ഫലമായി അത്ഭുതകരമായി എനിക്ക് സൗഖ്യം ലഭിച്ചു. കൂടാതെ എന്റെ ഇളയ മകനെ SSLCക്ക് പഠിക്കുന്ന സമയത്ത് മാർക്ക് കുറവായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി ഫുൾ A+ കിട്ടുകയും മൂത്ത മകനെ ഇന്ത്യൻ ആർമിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു. പാലാ കാവുങ്കാട്ട് നിന്നുള്ള തോമസിന്റെ സാക്ഷ്യം.
ഉടമ്പടി മുടക്കില്ലെന്ന് വാക്കുകൊടുത്തു. പൂപ്പൽ പിടിച്ച പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ചു. 3 മാസത്തിനുള്ളിൽ വിദേശത്ത് പോകാൻ വിസ കിട്ടി. ഞാൻ ജർമ്മൻ എക്സാം പല പ്രാവശ്യം എഴുതിയെങ്കിലും പാസ്സായില്ല. 2023 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എക്സാം പാസ്സായി. വീണ്ടും ഉടമ്പടി പുതുക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എന്റെ പൂപ്പൽ പിടിച്ച പാസ്പോർട്ട് കൂടി എടുത്തു വെച്ച് അതിൽ വെഞ്ചരിച്ച് ഉപ്പിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി വിസ പ്രോസസ്സിംഗ് നല്ല രീതിയിൽ നടക്കുകയും എനിക്ക് വിസ അടിച്ചു കിട്ടുകയും 7-ാം തീയതി ജർമ്മനിക്ക് പോകാനും സാധിച്ചു. ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് കൂടുതൽ ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കോട്ടയം ഒളശ്ശയിൽ നിന്നുള്ള സിൽവി ജോണിന്റെ സാക്ഷ്യം. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി ഉണ്ടായ ദൈവിക ഇടപെടൽ. എനിക്ക് അതികഠിനമായ നടുവേദന മൂലം ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ട അവസ്ഥയായിരുന്നു. മാനേജ്മെന്റിനോട് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റാഫിനൊക്കെ വലിയ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. ന്യൂറോ സർജനെ കണ്ടപ്പോൾ സർജറി പറയുകയും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മറ്റൊരു ഹോസ്പിറ്റലിൽ ഞാൻ ജോലിക്ക് അപേക്ഷിക്കുകയും നേരത്തെ ജോലി ചെയ്തിരുന്നതിന്റെ ഇരട്ടി ശമ്പളത്തിൽ ഗ്യാസ്ട്രോ സർജറി വിഭാഗത്തിൽ ജോലി ലഭിക്കുകയും ചെയ്തു. കോതമംഗലത്ത് നിന്നുള്ള വത്സയുടെ സാക്ഷ്യം. ഒരു ദുരന്തമുണ്ടായപ്പോൾ ഞാനും കോതമംഗലത്ത് നിന്നും ഇവിടെ ഓടിയെത്തി. സമയ ചുരുക്കത്തിലുണ്ടായ ദൈവിക ഇടപെടൽ. എന്റെ മകന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഇടത് കിഡ്നിയില്ലെന്നും യൂറിനറി ബ്ലാഡർ കാലിയാണെന്നുമുള്ള റിപ്പോർട്ടാണ് വന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം മകളുടെ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് 2 കിഡ്നി ഉണ്ടെന്നും യൂറിനറി ബ്ലാഡർ നോർമൽ ആണെന്നുള്ള റിപ്പോർട്ട് കിട്ടി. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ആലുവയിൽ നിന്നുള്ള മേരിയുടെ സാക്ഷ്യം. 12 വർഷമായി അൾസറിന് മരുന്ന് കഴിക്കുന്നു. കൂട്ടുകാരി പറഞ്ഞതനുസരിച്ച് ഉടമ്പടി എടുത്തപ്പോൾ ഉണ്ടായ അത്ഭുത ദൈവിക ഇടപെടൽ. എനിക്ക് 12 വർഷമായി അൾസറിന്റെ അസുഖമുണ്ടായിരുന്നു. ദിവസം 2-3 തവണ ബ്ലഡ് പോകുമായിരുന്നു. ഭക്ഷണം കഴിക്കരുത്, പാല് കുടിക്കരുത്, പഴം കഴിക്കരുത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഒരുപാട് മരുന്നുകൾ കഴിച്ചുവെങ്കിലും അസുഖം കുറഞ്ഞില്ല. ഞാൻ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ എന്റെ ഒരു കൂട്ടുകാരി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ മാതാവ് നിനക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി കഴിഞ്ഞ ശേഷം ഞാൻ പോലും അറിയാതെ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി. ഇറച്ചി, പാൽ, മുട്ട എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചിട്ടും എനിക്ക് ഒരു കുഴപ്പവും തോന്നിയില്ല. പരിശുദ്ധ അമ്മ 12 വർഷമായി എന്റെ അസുഖം എടുത്തു മാറ്റി. കൂടാതെ ഞാൻ കരത്തിന്റെ കാര്യത്തിന് പോകുമ്പോൾ ഒരുപാട് തവണ നടത്തിക്കുമായിരുന്നു. വെഞ്ചരിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചു കിട്ടി.